ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഗംഗാധര മേനോൻ സത്യങ്ങളൊക്കെ രാജീവിനോടും ശിവനോടും പറയാണ്. അലീനയ്ക്കറിയാം വൈജയന്തിയാണ് അമ്മയാന്ന്. അതുപോലെ തന്നെ അച്ഛനറിയാം അലീന ആരാണെന്ന്. അതുകൊണ്ടാണ് അച്ഛൻ കഴക്കൂട്ടത്ത് പോയിട്ട് അലീനയെ കൊണ്ടുവന്നത്. വൈജ ആരോടാണ് ഈ സന്നാഹങ്ങളൊക്കെ വെച്ച് പടയൊരുക്കിയിരുന്നത്? സ്വന്തം മകളോട്. നിങ്ങൾ ആരോടാണ് പടയൊരുക്കിയിരുന്നത്? നിങ്ങൾ ആരെയാണ് ഇത്രയധികം ബുദ്ധിമുട്ടിച്ചിരുന്നത്? സ്വന്തം പെങ്ങളുടെ മകളോട്. ഇതിനൊക്കെ ഞാൻ എന്ത് മറുപടിയാണ് പറയുന്നത്? ഇനിയിപ്പോൾ വൈജയുടെ മകളാണ് അലീന എന്ന് പറഞ്ഞിട്ട് എനിക്ക് ആരെങ്കിലും സത്യം തുറന്ന് പറയാൻ പറ്റുമോ? ആരെങ്കിലോടും പറയാൻ പറ്റുമോ ഈ കാര്യങ്ങളൊക്കെ? പറയും നിങ്ങൾ എന്ന് പറയാൻ കേട്ടോ. ഇതൊക്കെ കേട്ടിട്ട് രാജീവിനും ശിവനും ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ്. ഇനിയെങ്കിലും നിങ്ങൾ പറയും എവിടെയാണ് അലീന എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ രാജീവനാണെന്നുണ്ടെങ്കിൽ, രാജീവനല്ല ശിവൻ്റെ അടുത്ത് തന്നെ ചോദിക്കുമ്പോൾ ശിവന് ഒന്നും പറയാൻ പറ്റുന്നില്ല കേട്ടോ. തലയ്ക്ക് കൈ കൊടുത്തിങ്ങോട്ട് അങ്ങനെ താഴ്ത്തിരുന്ന് പോകുകയാണ് കേട്ടോ ശിവൻ. അപ്പോൾ രാജീവിൻ്റെ അടുത്ത് ചെല്ലി പറയും, അലീനയ്ക്ക് എന്ത് പറ്റി, അലീന എവിടെയാണെന്ന് ചോദിക്കുകയാണ് കേട്ടോ. ഒരു അബദ്ധം പറ്റിപ്പോയി ഗംഗേട്ടാ എന്ന് പറയാൻ കേട്ടോ. അപ്പോഴേക്കും ഗംഗാധരൻ ആകെ ഞെട്ടിത്തെറിക്കുകയാണ്. ശിവനാണെന്നുണ്ടെങ്കിൽ ആകെ ടെൻഷൻ അടിച്ചിട്ട് തലയ്ക്കൊക്കെ കൈയും കൊടുത്ത് ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നതായിട്ടും കാണിക്കുന്നുണ്ട്. അതിനുശേഷം പിന്നീട് പോലീസ് ഹോസ്പിറ്റലിൽ വന്നിട്ട് സുലോചനനെയും സിസ്റ്ററിനൊക്കെ ചോദ്യം ചെയ്യുകയാണ്. അലീന പോകുന്ന സമയത്ത് നിങ്ങളിവിടെ ഉണ്ടായിരുന്നില്ലേ സുലോചനയോട് ചോദിക്കുമ്പോൾ അതെ ഞാൻ വന്നതിന് ശേഷമാണ് അലീന പോയതെന്ന് പറയുന്നുണ്ട്. അങ്ങനെ സിസ്റ്ററോടും ചോദിക്കുന്നുണ്ട് കേട്ടോ വിവരങ്ങളൊക്കെ. അപ്പോൾ രണ്ടുപേരും കാര്യങ്ങളൊക്കെ മാറി പറയുന്നുണ്ട്. അപ്പോൾ വീട്ടിൽ പോകുന്നതിന് മുമ്പ് അലീന എവിടെയെങ്കിലും പോകുമെന്ന് പറഞ്ഞിരുന്നു എന്ന് ചോദിക്കുമ്പോൾ ഇല്ല, വീട്ടിൽ പോകുന്നതിന് മുമ്പ് ഇങ്ങോട്ടും പോകാറൊന്നുമില്ല എന്ന് പറയാൻ കേട്ടോ. അത് നിങ്ങൾക്ക് എങ്ങനെ അറിയാമെന്ന് ചോദിക്കണം. അപ്പോഴേക്കും ഗോവർദ്ധൻ വരികയാണ്. ഗോവർദ്ധന താൻ എന്താ എവിടെയും ചോദിക്കുക, എൻ്റെ ഭാര്യയാണ് സാർ ഇതെന്ന് പറയുന്നത്. ഓ അതെ. എന്നിട്ട് കാര്യങ്ങളൊക്കെ വീണ്ടും ഗോവർദ്ധനോട് ചോദിക്കുകയാണ്. അലീനയെ കുറിച്ച് അറിയാൻ വേണ്ടി വന്നതാണെന്ന് പറയാം കേട്ടോ. നിങ്ങളല്ലേ അലീനനെ വീട്ടിൽ കൊണ്ടുവന്നാക്കാന്ന് പറഞ്ഞിരുന്നത്, എന്നിട്ട് പിന്നെ നിങ്ങൾ എന്താ കൊണ്ടാക്കാന്ന് ചോദിക്കുമ്പോൾ ഞാൻ ആ സമയത്ത് വൈകിപ്പോയി എന്ന് പറയാം കേട്ടോ. അതെന്താണെന്ന് ചോദിക്കുമ്പോൾ ശിവേട്ടൻ എന്നെ ഹോട്ടലിലേക്ക് വിളിപ്പിച്ചിട്ടുണ്ടായിരുന്നു. എന്തിനാണെന്ന് ചോദിക്കുകയാണ് കേട്ടോ. പിന്നെ ഹോട്ടലിൻ്റെ പേരൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഗോവർദ്ധൻ പറയും എന്നോട് എനിക്ക് കുറച്ച് പൈസ തരാൻ വേണ്ടിയിട്ടാണ് ശിവേട്ടൻ എന്നെ വിളിപ്പിച്ചതെന്ന് പറയാണ്. എന്നിട്ട് പൈസ തന്നോ? പൈസയല്ല, ചെക്കാണ് തന്നത്, അതെൻ്റെ കയ്യിലുണ്ടെന്ന് പറയാം കേട്ടോ. അതിനുശേഷം ഗോവർദ്ധൻ ചെന്ന് പറയാണ് ആ നേരത്ത് ശിവേട്ടൻ എന്നെ വിളിച്ചാൽ എനിക്ക് ചെറിയ സംശയം ഉണ്ടെന്ന് പറയണേ. അന്നേരം പോലീസുകാരൻ പറയാണ് കേട്ടോ, എന്ത് സംശയം, അയാൾ കാശ് തരാൻ വേണ്ടിയിട്ട് വിളിപ്പിച്ചാണെന്നല്ല പറഞ്ഞത്, കാശ് കിട്ടുകയും ചെയ്തു, പിന്നെ എന്ത് സംശയം എന്ന് ചോദിക്കാൻ കേട്ടോ. അല്ല ആ ഒരു സമയം അതിനെക്കുറിച്ച് സാറിന് സംശയമല്ലേ? ആ സമയത്തെക്കുറിച്ച് എന്ത് സംശയിക്കാൻ? തൻ്റെ ഭാഗത്ത് വീഴ്ച വന്നിട്ട് പിന്നെ താൻ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തണോ എന്ന് ചോദിക്കുകയാണേ. അന്നേരം ഗോവർദ്ധന് മനസ്സിലാവാണ് കേട്ടോ ഇവർ ശിവൻ്റെയും രാജീവിൻ്റെയും ആൾക്കാരാണെന്ന്. അന്നേരം ഗോവർദ്ധൻ ചെന്നിട്ട് പോലീസുകാരനോട് പറയാണ് ശരിയാണ് സാറേ, എനിക്ക് കാര്യങ്ങൾ മനസ്സിലായി. എന്ത് കാര്യങ്ങൾ മനസ്സിലായെന്ന്? അല്ല ശിവേട്ടൻ വിളിച്ചത് കാശ് തരാനാണെന്ന് മനസ്സിലായി എന്ന് പറഞ്ഞിട്ട് ഒരു അർത്ഥം വെച്ച് പറയാൻ കേട്ടോ. അത് പോലീസുകാരന് മനസ്സിലാവാണ് ചെയ്യണം കേട്ടോ. അങ്ങനെ പോലീസുകാരൻ ശരി ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാൻ വരാമെന്ന് പറഞ്ഞു കേട്ടോ അവിടെ നിന്ന് പോകുകയാണ്. അതിനുശേഷം ഒരുപാട് അലഞ്ഞു തിരിഞ്ഞതിന് ശേഷം ബാലേന്ദ്രൻ കൃഷ്ണമോളും വീട്ടിലേക്ക് തിരികെ എത്താണ് കേട്ടോ. ബാലേന്ദ്രൻ ആകെ ടെൻഷൻ അടിച്ച് വിഷമിച്ചിരിക്കുകയാണ്. എന്നിട്ട് കൃഷ്ണമോള് പറയാണ് അലീന ചേച്ചിനെ ആരെങ്കിലും തട്ടിക്കൊണ്ടുപോയതായിരിക്കും വെച്ചാൽ ചോദിക്കുകയാണ് കേട്ടോ. അതിനാണ് ചാൻസ് എന്ന് പറയാണ് ബാലേന്ദ്രൻ. കൊച്ചന്മാരാണോ തട്ടിക്കൊണ്ടുപോയതെന്ന് ചോദിക്കുകയാണ് കേട്ടോ. അവർക്കതിൽ പങ്കില്ലാതിരിക്കില്ല, അവരറിയാത്തതൊന്നും നടക്കില്ലല്ലോ. അലീന ചേച്ചിക്ക് എന്തെങ്കിലും സംഭവിക്കുമോ അച്ഛാന്ന് ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്തെങ്കിലും സംഭവിക്കുമെന്ന് ചോദിക്കുകയാണ്. അറിയില്ലേ മോളെ, ഒന്നും എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞിട്ട് ആകെ ടെൻഷൻ അടിക്കുകയാണ്. മോളൊരു കാര്യം ചെയ്യും, മോൾ പോയി കിടന്ന് ഉറങ്ങിക്കോ എന്ന് പറയുകയാണ്. അന്നേരം പറയുന്നുണ്ട് വേണ്ട ഞാൻ ഉറങ്ങുന്നില്ല, ഞാൻ അച്ഛൻ്റെ കൂടെയാണ്, അച്ഛനാകെ ടെൻഷൻ അടിക്കല്ലേ, അതിന് മോൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, സാറില്ല ഞാൻ അച്ഛൻ്റെ കൂടെ ഇരുന്നോളാന്ന് പറയുകയാണ്. അതിനുശേഷം മനു വിളിക്കുകയാണ്. മനു വിളിച്ചത് ചോദിക്കണം അങ്കിളെ എന്തെങ്കിലും വിവരം കിട്ടിയോ എന്ന് ചോദിക്കണം. ഇല്ലടാ ഒന്നും കിട്ടില്ല, നീ എവിടെയാണെന്ന് ചോദിക്കണം. ഞാൻ പുറത്ത് തന്നെയാണ് അങ്കിളെ, ഞാൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറയാൻ കേട്ടോ. ഇത് ഉറപ്പായിട്ട് കിഡ്നാപ്പിംഗ് തന്നെയാണ് അങ്കിളെ, ഉറപ്പായിട്ടും അതിലൊരു സംശയമില്ല. അത് നിൻ്റെ അച്ഛനും കൊച്ചച്ഛനും അറിയാതെ ഇതൊന്നും നടക്കില്ല എന്ന് പറയട്ടെ. ഇവർക്കത് എങ്ങനെ ധൈര്യം കിട്ടി? പെടുന്നു ഇവർക്ക് ഉറപ്പായിട്ടും അറിയാം, എന്നിട്ടാണ് ഇവരിങ്ങനൊക്കെ ചെയ്യുന്നതെന്നൊക്കെ ചോദിക്കാൻ കേട്ടോ. അപ്പോൾ അവർക്ക് അതിനുള്ള ധൈര്യം കിട്ടിയതുകൊണ്ടല്ല അവർ ചെയ്യുന്നത്. അവർക്കറിയില്ല ഇതിൻ്റെ പിന്നിലുള്ള ഭവിഷ്യത്ത് എന്താണെന്ന്. ഉറപ്പായിട്ട് ഇവർ രണ്ടുപേരും അറിഞ്ഞുകൊണ്ട് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നതെന്ന് പറയുകയാണെ. അന്നേരം മനു പറയാണ് ശരി അങ്കിളെ വെച്ചോ, ഞാൻ ബാക്കിയുള്ള കൊച്ചന്മാരൊക്കെ ഒന്ന് വിളിച്ച് വിവരം അന്വേഷിക്കട്ടെ എന്ന് പറയുകയാണെ. അങ്ങനെ കൃഷ്ണമോൾ കാണുന്നുണ്ടെങ്കിൽ ആകെ ടെൻഷൻ ഇട്ട് അലീനയ്ക്ക് എന്തെങ്കിലും സംഭവിക്കുമെന്ന്. അപ്പോൾ ബാലേന്ദ്രൻ പറഞ്ഞിട്ടുണ്ട് മോള് പോയി കിടന്നുറങ്ങിക്കോളാൻ പറഞ്ഞു. വേണ്ട അച്ഛാ, ഞാൻ അച്ഛൻ്റെ കൂടെ ഇരുന്നോളാം, എനിക്ക് അച്ഛൻ്റെ കൂടെ ഇരുന്നാൽ മതി എന്ന് പറയാൻ കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞ ശേഷം മനു ആണെന്നുണ്ടെങ്കിൽ പല വീടുകളിലൊക്കെ പോയി നോക്കുകയാണ് കേട്ടോ. കാരണം രാവുണ്ണി മേനോൻ്റെ മക്കളെ വീടൊക്കെ ഉണ്ടല്ലോ, അങ്ങനെ ആ വീട്ടുകളിലൊക്കെ പോയി അന്വേഷിക്കുകയാണ്. കാരണം അന്നത്തെ പ്രശ്നത്തിന് അവരൊക്കെ കൂടെ വന്നിട്ടുണ്ടായിരുന്നില്ല. ഇനി അവരും കൂടെ ഇതിൽ പങ്കാളികളാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് പലയിടത്തും ചെന്ന് അന്വേഷിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് അതിലൊന്നും പങ്കില്ല എന്ന് പറയുകയാണ്. അന്നേരം ഒരാളോട് ചോദിക്കുന്നുണ്ട് നിങ്ങളും കൂടെ അന്നത്തെ പ്രശ്നത്തിൽ വഴക്കിടാനൊക്കെ ആയിട്ട് വന്നതല്ലേ, അതൊക്കെ ശരി തന്നെയാണ്, പക്ഷേ ഇത് കിഡ്നാപ്പിംഗ് അല്ലേ, ഇതിലൊന്നും ഞങ്ങൾക്ക് പങ്കില്ല എന്ന് പറയാണ് കേട്ടോ. നീ ഇപ്പം തന്നെ ഇനി പാലായിക്ക് കൊല്ലപ്പള്ളിയിലേക്ക് പോകുകയാണെന്ന് ചോദിക്കുക. അതെ
ഇപ്പോൾ 12 മണി കഴിഞ്ഞ് മനു, ഇന്ന് പോകണോ എന്ന് ചോദിക്കുമ്പോൾ ഇന്ന് തന്നെ പോകണം, എനിക്ക് എത്രയും പെട്ടെന്ന് തന്നെ കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്ന് പറഞ്ഞിട്ട് മനു അവിടെ നിന്നും പോവുകയാണേ. അതിന് ശേഷം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ഗംഗാധരനും ശിവനും രാജീവനും കൂടിയിട്ട് കൊല്ലപ്പള്ളിക്കല്ല കടപ്പാട്ടൂർക്ക് വരികയാണ്. എന്നിട്ട് പറയുന്നത് നിങ്ങളൊന്നും സംസാരിക്കേണ്ട, ഞാൻ സംസാരിച്ചോളാം എന്ന് പറയാണ്. അങ്ങനെ ബെല്ലടിക്കുമ്പോൾ കൃഷ്ണമോളാണ് വാതിൽ തുറന്നു നോക്കുന്നത്. കൃഷ്ണമോൾക്കാണെങ്കിൽ ഇവരെ കാണുമ്പോൾ തന്നെ ദേഷ്യം വരികയാണ്. അങ്ങനെ അകത്തേക്ക് വരാൻ പോകുമ്പോഴത്തേക്കും കൃഷ്ണമോൾ ഇങ്ങനെ തടയാണ്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്തിനാ ഈ നേരത്ത് ഇങ്ങോട്ട് വന്നതെന്ന് ചോദിക്കുകയാണ് കേട്ടോ. മോളെ, ഞങ്ങൾക്ക് അച്ഛനോട് കുറച്ച് സംസാരിക്കാൻ, ഇവിടെ നിന്ന് കൊണ്ട് സംസാരിച്ചാൽ മതി, നിങ്ങൾ എന്തിനാണ് അച്ഛനോട് സംസാരിക്കുന്നത്? അച്ഛൻ ആകെ ടെൻഷൻ അടിച്ചിരിക്കുക, ഇനി നിങ്ങളും കൂടെ സംസാരിച്ച് ആ ടെൻഷൻ കൂട്ടാൻ നിൽക്കണ്ട, എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഇവിടെ നിന്ന് പറഞ്ഞാൽ മതി. മോള് ഞങ്ങൾ എത്ര നാളായിട്ട് കാണുന്നതാ, മോൾ എന്താ ഇപ്പോൾ ഇങ്ങനെ തോന്നാൻ കാരണം എന്ന് ചോദിക്കുകയാണ്. നിങ്ങളൊക്കെ ചീത്തയാ, നിങ്ങളൊക്കെ എന്ത് ചെയ്യും എപ്പോൾ ചെയ്യുന്നുള്ളതൊന്നും മുൻകൂട്ടി പറയാൻ പറ്റില്ല, നിങ്ങളൊക്കെ ചീത്ത ആൾക്കാരാന്ന് പറയട്ടോ. അപ്പോൾ ഗംഗാധര മേനോന് അത് കേൾക്കുമ്പോൾ ആകെ വിഷമാവാണ് കേട്ടോ. രാജീവനും ശിവനും ആണെന്നുണ്ടെങ്കിലും മുഖാമുഖം നിൽക്കുകയാണ്. കൃഷ്ണമോള് പോലും ഇങ്ങനെ ഈ രീതിയിൽ സംസാരിച്ച് തുടങ്ങിയല്ലോ. അപ്പോൾ മോളെ, ഞങ്ങൾ അച്ഛനൊന്ന് കാണാൻ വന്നതാ, അച്ഛനായിട്ടൊന്ന് സംസാരിക്കണം, അതിന് വേണ്ടിയിട്ട് വന്നതായി ഈ സമയത്തെന്ന് പറയാൻ കേട്ടോ. അന്നേരം കൃഷ്ണമോള് പറയുന്നുണ്ട്, എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഇവിടെ വെച്ച് തന്നെ പറഞ്ഞാൽ മതി, അകത്തേക്കൊന്നും വരണ്ട എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ അപ്പോഴേക്കും മുകളിൽ നിന്നിട്ട് ബാലേന്ദ്രൻ വിളിച്ച് ചോദിക്കണം, ആരാണ് മോളെന്ന് ചോദിക്കാൻ കേട്ടോ. കൊല്ലപ്പള്ളിയിൽ നിന്ന് കൊച്ചന്മാരാണ് അച്ഛാ എന്ന് പറയും കേട്ടോ. അപ്പോഴേക്കും ബാലേന്ദ്രൻ താഴത്തേക്ക് ഇറങ്ങി വരാണ് കേട്ടോ. അപ്പോൾ ഗംഗാധരനെ കാണും, പര്യടനമൊക്കെ കഴിഞ്ഞ് ഗംഗാധരൻ എത്തിയോ എന്ന് ചോദിക്കാൻ കേട്ടോ. അപ്പോൾ നമ്മളെ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, കണ്ടില്ലേ ഗംഗേട്ടാ, ഈ കൊല്ലപ്പള്ളിയിലെ ആൾക്കാർ ഇങ്ങോട്ട് വരുന്നത് എൻ്റെ മോൾക്ക് പോലും ഇഷ്ടമില്ലാണ്ടായി, അതെന്തുകൊണ്ടാണ് ഇവരുടെ രീതികൾ കൊണ്ടാണെന്ന് പറയും കേട്ടോ. അങ്ങനെ നോക്കുമ്പോൾ ശിവനും രാജീവനാണെന്നുണ്ടെങ്കിൽ ഒന്നും മിണ്ടാതെ തലകുമ്പിട്ട് നിൽക്കുകയാണ് കേട്ടോ. അന്നേരം രാജീവനോട് ചോദിക്കുന്നുണ്ട്, എൻ്റെ മോൾക്ക് അലീനയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇതൊന്നും ആയിരിക്കില്ല മറുപടി, നിങ്ങളെ ഞാൻ വലിപ്പിക്കും എന്ന് പറയാൻ കേട്ടോ. അലീനയ്ക്ക് ഒരു പോറലെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെ മജിസ്ട്രേറ്റ് മുതൽ സുപ്രീം കോടതി വരെ ഞാൻ വലിപ്പിക്കും, നോക്കിക്കോ എന്ന് പറയാം കേട്ടോ. അപ്പോൾ നമ്മളെ ഗംഗാധരൻ പറഞ്ഞാണ്, ഇവർക്ക് ഒരു അബദ്ധം പറ്റിപ്പോയതാണ്, ഇവർ അറിവില്ലായ്മ കൊണ്ടാണ് ഓരോന്ന് ചെയ്യുന്നത് ബാലേന്ദ്ര എന്ന് പറയാം കേട്ടോ. അറിവില്ലായ്മ ഇവർക്കോ എന്ന് ചോദിക്കാൻ കേട്ടോ. അപ്പോൾ രാജീവനല്ല ശിവൻ പറയാണ്, അലീന ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ടെന്ന് പറയട്ടോ. അപ്പോഴേക്കും ബാലേന്ദ്രൻ ഞെട്ടിയിട്ട് ചോദിക്കുകയാണ്, നിങ്ങളോടല്ലടോ ഞാൻ വന്ന് ഹോട്ടലിൽ വെച്ചിട്ട് മര്യാദ രീതിയിൽ വന്നു, അപ്പോൾ താൻ ഏത് താഴത്തെ വർത്താനുണ്ടോ പറഞ്ഞത്? അലീന എൻ്റെ മാടിത്തട്ടിലാണ് ഇരിക്കുന്നതെന്നല്ലേ താൻ പറഞ്ഞത്, എന്നിട്ട് ഇപ്പോൾ അലീന എൻ്റെ കസ്റ്റഡിയിലുണ്ടെന്ന്. അന്നേരം ഗംഗാധരനാണെന്നൊരു ദേഷ്യത്തോടു കൂടി രാജീവനെയും ശിവനെയും നോക്കുകയാണ് കേട്ടോ. അവരാണെന്ന് വെച്ചാൽ കുമ്പിട്ട് മിണ്ടാണ്ട് നിൽക്കുകയാണേ. അതിന് ശേഷം ബാലേന്ദ്രൻ വന്നിട്ട് വീണ്ടും പറയും, രാജീവനാണ് കേട്ടോ ബാലേന്ദ്രൻ്റെ ഏറ്റവും കൂടുതൽ ദേഷ്യം. രാജീവനെ നോക്കിയിട്ട് ദേഷ്യത്തോട് കൂടിയിട്ട് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, അതെ എൻ്റെ മോൾക്ക് അലീനയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇതൊന്നും ആയിരിക്കില്ല മറുപടി എന്ന് പറയും കേട്ടോ. അപ്പോൾ ശിവൻ പറയുന്നുണ്ട്, ഇല്ല അവൾക്കൊന്നും സംഭവിച്ചിട്ടില്ല, ഞങ്ങളുടെ കസ്റ്റഡിയിൽ തന്നെ ഉണ്ടെന്ന് പറയും കേട്ടോ. അപ്പോൾ പറയും, ഓഹോ ഞങ്ങൾക്ക് എല്ലാത്തിനും മാപ്പ് തരണമെന്ന് ശിവൻ പറയും കേട്ടോ. അപ്പോൾ പറയും, അപ്പോൾ ഗംഗാട്ടനെ നോക്കിയിട്ട് ചോദിക്കുകയാണ്, ഗംഗാട്ടൻ ഇവരോട് എല്ലാതും പറഞ്ഞോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. എനിക്ക് പറയേണ്ടി വന്നു ബാലേന്ദ്ര എന്ന് പറയാണ് കേട്ടോ. അപ്പോൾ പിന്നെ എല്ലാം പൂർത്തിയായി, ഇവരെന്തൊക്കെയാണ് എന്നെ പറഞ്ഞതെന്നറിയോ? അലീന എൻ്റെ വേപ്പാട്ടിയാണ്, ഞാൻ ശൃംഗാര വേലനാണ്, കീപ്പാക്കി വെച്ചിരിക്കുകയാണ്, അങ്ങനെയൊക്കെയാണ് ഇവരെന്നെ പറഞ്ഞത്. ഇവർ ആ പറയുന്ന സമയത്ത് ഇവരുടെ പെങ്ങൾ കല്യാണത്തിന് മുമ്പ് എവിടെയൊക്കെ പോയി ഏതോ ഒരുത്തൻ്റെ കൂടെ ജീവിച്ച് ഒരു പെൺകുഞ്ഞിനെ പ്രസവിച്ച് പറഞ്ഞിട്ട് പെട്ടെന്ന് നിർത്താണ് കേട്ടോ കൃഷ്ണമോളെ നോക്കിയിട്ട്. എൻ്റെ മോളുള്ളത് കൊണ്ട് അതിൻ്റെ പച്ച മലയാളം ഞാൻ പറയുന്നില്ല. അങ്ങനെ ഒരു പെൺകുഞ്ഞിനെ ജനിപ്പിച്ച് അതിനെ ഏതോ അനാഥാലയത്തിൽ തള്ളിയിട്ട് പിന്നെ എന്നെ ഒരു കുറ്റം പറയാൻ നിന്നിരിക്കുന്നു, ഞാനാണ് കീപ്പാക്കി വെച്ചിരിക്കുന്നത് എന്ന് പറയുന്നു. എത്രയൊക്കെ ഇവന്മാരെന്നെ പറഞ്ഞുണ്ടാക്കി ഗംഗാധരൻ അറിയാമെന്ന് ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഗംഗാധരൻ പറയുന്നുണ്ട്, അവർ അറിയാത്തതുകൊണ്ട് പറഞ്ഞതല്ലേ ബാലേന്ദ്രൻ ക്ഷമിച്ച് കളയെന്ന് പറയും കേട്ടോ. അലീനനെ ഇവിടുന്ന് പറഞ്ഞയക്കാൻ നിങ്ങൾ എത്ര രൂപയാണ് തരാമെന്ന് പറഞ്ഞത് ചോദിക്കുകയാണ് കേട്ടോ. 25 ലക്ഷം ആണല്ലേ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു 25 ഒരു 30 ലക്ഷം അലീനയുടെ അക്കൗണ്ടിലേക്ക് ഇട്ട് കൊടുക്കുക, ചെയ്യാം, ഞങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്യാം. പിന്നെ വൈദ്യുതി ഭാഗമായിട്ട് ഒരു 10 ലക്ഷം കൂടി ഇട്ട് കൊടുത്തിരിക്കുക, അങ്ങനെ മൊത്തം 40 ലക്ഷം അലീനയുടെ അക്കൗണ്ടിലേക്ക് ഇട്ട് കൊടുക്കണം. ചെയ്യാം ബാലേന്ദ്ര, എന്ത് വേണമെങ്കിലും ചെയ്യാം എന്ന് പറയട്ടോ. അപ്പോൾ പറയുന്നുണ്ട്, അതെ ഞങ്ങൾക്കും ബാലേന്ദ്രൻ ഡിമാൻഡ് വെച്ചതുപോലെ ഞങ്ങൾക്കും ഉണ്ടൊരു ഡിമാൻഡ് എന്ന് പറയട്ടോ. എനിക്കറിയാടോ തൻ്റെ ഡിമാൻഡ് എന്താണെന്ന്, വൈജി ഇതൊന്നും അറിയാൻ പാടില്ല എന്നല്ലേ തൻ്റെ ഡിമാൻഡ് എന്ന് ചോദിക്കാൻ കേട്ടോ. അതെ. അപ്പോൾ ഗംഗാധരൻ പറഞ്ഞു, വൈജി ഇത് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നുകിൽ അവൾ ചത്ത് കളയും, അല്ലാന്നുണ്ടെങ്കിൽ അവൾ ഈ ബന്ധം വേർപിരിയും, നിങ്ങളുടെ കുടുംബം ചിതിലായി പോകും എന്ന് പറയാൻ കേട്ടോ.
അതിനുശേഷം പറയുന്നുണ്ട് ഞങ്ങൾ 2 കള്ളം അവളോട് പറഞ്ഞിട്ടുണ്ട്. ആ 2 കള്ളും അവൾ അതോടുകൂടിയിട്ട് അറിയുമെന്ന് പറയാം കേട്ടോ. ഒരു കള്ളം എനിക്ക് അറിയാടോ, അത് ഞാൻ പറയാം. ഒരു കള്ളം വേറെ ഒന്നുമല്ല, വൈജ പ്രസവിച്ച കുഞ്ഞ് അപ്പം തന്നെ മരിച്ചു പോയി എന്ന് പറഞ്ഞിട്ടുള്ളൊരു കള്ളം. രണ്ടാമത്തെ കള്ളം നിങ്ങൾ പുറത്ത് വന്നിട്ടുണ്ടെങ്കിലേ നിങ്ങൾ തൂങ്ങും അല്ലേ, നിങ്ങൾ കൊലക്കുറ്റത്തിൽ ജയിലിൽ കയറും അല്ലേ എന്ന് ചോദിക്കാൻ കേട്ടോ. അതായത് സ്റ്റാലിനെ ഇവർ അപകടപ്പെടുത്തിയിട്ടുണ്ട്, അതാണ് കേട്ടോ ഇവർ ഉദ്ദേശിക്കുന്നത്. രണ്ടാമത് അത് സ്റ്റാലിൻ ചതിച്ചു എന്നൊക്കെയാണ് വൈജയോട് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ സ്റ്റാലിനെ ഇവർ ഉപദ്രവിക്കാൻ മറ്റേ അപകടപ്പെടുത്താൻ മറ്റാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഗംഗാധരൻ വന്ന് പറയാണ്, ഇതൊക്കെ കൊണ്ടാണ് ബാലേന്ദ്ര പറഞ്ഞത് നിങ്ങളുടെ കുടുംബം നശിച്ചു പോകും, ശിഥിലായി പോകും, ഇതറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ വൈജ നിങ്ങളുടെ ഭാര്യയായിട്ട് ഇരിക്കില്ല എന്ന് പറയാം. അപ്പോൾ ബാലേന്ദ്രൻ പറഞ്ഞാണേ, അതറിഞ്ഞിട്ടുണ്ടെങ്കിൽ വൈജി ഇതറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനും വൈജയുടെ ഭർത്താവിൻ്റെ സ്ഥാനത്ത് ഉണ്ടാവില്ല എന്ന് പറയുന്നത് കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് സിസ്റ്റർ വൈജിയോട് പറയാണ് കേട്ടോ, നിങ്ങളെ നോക്കാൻ ഇന്നലെ ഒരു പെൺകുട്ടി വന്നില്ലേ മകളാണെന്ന് പറഞ്ഞിട്ട് അവളെ കാണാതായി എന്ന് പറയാൻ കേട്ടോ. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് ബാലേന്ദ്രൻ നമ്മുടെ അലീനയുടെ അടുത്തേക്ക് എത്തുകയാണ് കേട്ടോ. അവരെല്ലാവരും കൂടിയിട്ട് കാര്യങ്ങളൊക്കെ തുറന്ന് പറഞ്ഞ് അലീനെ തട്ടിക്കൊണ്ട് പോയ ഭാഗത്തേക്ക് എത്തുമ്പോൾ ഭയങ്കര സങ്കടത്തോട് കരഞ്ഞുകൊണ്ട് ബാലേന്ദ്രനെ ജനലിൽ കൂടെ കൈയിട്ടിട്ട് ഇങ്ങനെ സ്നേഹത്തോട് പിടിക്കുകയാണ് കേട്ടോ. അങ്ങനെ ബാലേന്ദ്രൻ അലീനയുടെ തോളിൽ കൈ വെച്ച് പുറത്തേക്ക് കൊണ്ടുവരികയാണ് കേട്ടോ. അത്രയാണ് എപ്പിസോഡിലുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.